വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്ന് സംസ്കരിക്കണം എന്നുള്ളതായിരുന്നു വിഭജികയുടെ കുടുംബത്തിന്റെ ആവശ്യം. അതിനുവേണ്ടിയിട്ട് ഷാർജയിൽ നേരിട്ടെത്തി പല വിധത്തിലുള്ള നടപടികൾക്കും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വിഫലമായിരിക്കുകയാണ്. കാരണം കുഞ്ഞിന്റെ സംസ്കാരം വൈകുന്നത് ഒഴിവാക്കാൻ വിട്ടുവീഴ്ച ചെയ്തിരിക്കുകയാണ്. കാരണം കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിലായിരിക്കും സംസ്കരിക്കുക, വിഭജികയുടെ മൃതദേഹം മാത്രമായിരിക്കും നാട്ടിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയുള്ള വിവരം നമ്മൾക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞിന്റെ സംസ്കാരം വൈകുന്നത് ഒഴിവാക്കാനാണ് വിട്ടുവീഴ്ച ചെയ്തത് എന്നാണ് ഷാർജയിൽ മരിച്ച വിഭജികയുടെ കുടുംബം ഇപ്പോൾ അറിയിക്കുന്നത്. ആരോടും ഒരു എതിർപ്പുമില്ലെന്നും കുഞ്ഞിനെ വെച്ച് മത്സരിച്ച് ഒന്നും നേടാനില്ലെന്നുമാണ് കുടുംബം ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ നിതീഷിനെതിരായ നിയമ പോരാട്ടങ്ങൾ നാട്ടിൽ തുടരുമെന്നും വിഭജികയുടെ കുടുംബം അറിയിക്കുന്നു. അതിന് നമുക്ക് വേറൊരു അപേക്ഷയില്ല. ആ റൂള് നമ്മൾ ബഹുമാനിക്കുന്നു. പിന്നെ നമ്മൾ അതിന് കൂടുതൽ കമന്റ്സ് ഒന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ ആ റൂളിനും അതിന്റേതായ ഇതുണ്ട്. വേണമെങ്കിൽ നമുക്ക് കൗണ്ടർ ചെയ്യാം. പക്ഷെ കൗണ്ടർ ചെയ്തിട്ട് മാസങ്ങളോളം നമ്മളൊരു കുട്ടീനെ ഫ്രീസ് ചെയ്ത് വെക്കാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, അതിനി വെക്കാൻ പറ്റില്ല, നമുക്ക് വേണ്ട. കാര്യം എന്ന് വെച്ചാൽ അവരെ ഇഷ്ടത്തിന് കുഴപ്പമില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ മത്സരിച്ച് നമുക്കൊന്നും നേടാനൊന്നുമില്ല. നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു അവർ ഒരുമിച്ച്. കാര്യം നമുക്ക് വാശിയൊന്നും ഉണ്ടായിരുന്നില്ല, അവർ രണ്ടാളും ഒരുമിച്ച് ആവണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഒരു വയസ്സുള്ള കുട്ടീനെ എത്ര കാലം ഒരു ഫ്രീസറിൽ വെക്കുക. അപ്പോൾ നമ്മൾ മതി, നമ്മൾ ഓക്കെ. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് അവസാനമായ ഒരു പൊതുധാരണയിലെത്തിയത്. ഇതനുസരിച്ച് വിഭജികയുടെ മൃതദേഹം അടുത്ത 2 ദിവസത്തിനുള്ളിൽ നാട്ടിലേക്ക് കൊണ്ടുപോകും. വിഭജികയുടെ അമ്മയും സഹോദരനും അത് സമ്മതിക്കുകയും ചെയ്തു. അതേസമയം വിഭജികയുടെ മകൾ വൈഭവിയുടെ സംസ്കാര ചടങ്ങുകൾ ദുബായിലായിരിക്കും നടക്കുക. അത് എപ്പോൾ നടക്കുമെന്നുള്ളത് നിതീഷിന്റെ കുടുംബം വിഭജികയുടെ കുടുംബത്തെ അറിയിക്കും. രണ്ടു കൂട്ടരും ഒരുമിച്ച് സംസ്കാര ചടങ്ങ് നടത്തും, അതിൽ പങ്കെടുക്കും. ഇങ്ങനെയാണ് ഇപ്പോൾ ധാരണയിലെത്തിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ ചർച്ചകൾക്കൊക്കെ ശേഷം കുടുംബം അറിയിച്ചതാണ്, വിഭജികയുടെ കുടുംബം അറിയിച്ചതാണ്. ഒന്ന്, UAE-യിലെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന കാര്യം അത് പിന്നീടാണ് തീരുമാനിക്കുക. പൂർണ്ണമായും അത് ഉപേക്ഷിക്കുന്നില്ല, പക്ഷെ അക്കാര്യത്തിലൊക്കെ പിന്നീടാണ് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്ന് അറിയിക്കുന്നുണ്ട്. കേരളത്തിലെ നിയമ നടപടികൾ അത് അതുപോലെ തന്നെ തുടരും, അതിലൊരു മാറ്റവും ഉണ്ടാക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. നാട്ടിൽ കൊണ്ടുപോയതിനു ശേഷം മൃതദേഹം 2ാമത് പോസ്റ്റ്മോർട്ടം നടത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലില്ല. കാരണം പൂർണ്ണമായും ഇവിടുത്തെ നിയമ സംവിധാനത്തെയും ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെയും ഒക്കെ പൂർണ്ണമായും അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു റീപോസ്റ്റ്മോർട്ടം മനസ്സിൽ ഇപ്പോൾ ഇല്ല. ഇനി വിഭജികയുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും അടക്കമുള്ള രേഖകൾ അതൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അതൊക്കെ പിന്നീട് ലഭിച്ച് അതിനുശേഷമായിരിക്കും ഇവിടെ നിതീഷിനെതിരെ പരാതി കൊടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനമുണ്ടാക്കുക എന്നാണ് വ്യക്തമാക്കുന്നത്. ഷാർജയിൽ നിന്നും സുരേഷ് പുള്ളിമറ്റം, മാതൃ.